Australia has a new work visa and you can get it in just 2 weeks. അപ്പോൾ ഈ വീഡിയോന് 1 മില്യണിലധികം വ്യൂസും കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടം പോലെ DMസും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ കുറേ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ആദ്യം തന്നെ സബ് ക്ലാസ് 482 എന്ന് പറയുന്ന വിസ പുതിയതായിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു വിസ അല്ല. പക്ഷേ പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് നിബന്ധനകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ 4 വർഷത്തെ വർക്ക് വിസയിൽ വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പുതിയ നിബന്ധനകൾ സബ് ക്ലാസ് 482 എന്ന് പറയുന്ന വിസയ്ക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഡിസംബർ വരെ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഉണ്ടായിരുന്ന മെയിൻ കണ്ടീഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് 2 ഇയേഴ്സ് ഫുൾ ടൈം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്നാണ്. പക്ഷെ ഈ വർഷം വന്നപ്പോൾ ഗവൺമെന്റ് പുതിയതായിട്ട് പറഞ്ഞു സ്കിൽസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്ന ഈ വിസയ്ക്ക് നമുക്ക് ആകെപ്പാടെ 1 വർഷം ഫുൾ ടൈം എക്സ്പീരിയൻസ് മതിയെന്ന്. അപ്പോൾ ഫുൾ ടൈം വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരാഴ്ച 38 മണിക്കൂർ നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് നമ്മുടെ റെലവെന്റ് അഥവാ നോമിനേറ്റഡ് ആയിട്ടുള്ള ഒക്യുപ്പേഷനിൽ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഷെഫാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 20 മണിക്കൂറാണ് പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ മിനിമം 2 ഇയേഴ്സ് വേണം നിങ്ങൾക്ക് ഇവിടെ ഈ 482 വിസയ്ക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ഗുഡ് ന്യൂസിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ട് ഗ്രാജുവേറ്റ് ചെയ്ത സ്റ്റുഡൻസിന് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം അവർക്ക് ഉടനെ തന്നെ ഒരു എക്സ്പീരിയൻസ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് ഈ വിസ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്ത റിക്വയർമെന്റ് എന്ന് പറയുന്നത് സ്കിൽ അസസ്മെന്റ് ആണ്. നിങ്ങളുടെ നോമിനേറ്റഡ് ആയിട്ടുള്ള ഒക്യുപ്പേഷനിൽ നിങ്ങൾക്ക് സ്കിൽ അസസ്മെന്റ് ആവശ്യമാണ്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ആണ്. മിനിമം 5 ബാൻഡ് സ്കോർ IELTS-ലും വേണം. അപ്പൊ കൂടുതൽ ഇൻഫർമേഷൻ ആയിട്ട് ഈ വീഡിയോന്റെ താഴെ ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് DM അയക്കുന്നതായിരിക്കും. ഇനി ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് മേഡ് ഇൻ കൊച്ചി എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.